ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത് കുറ്റം നമ്മളെ ഭാഗത്താണെന്ന് അറിയാം. പക്ഷെ അവൾ ഇങ്ങോട്ടൊന്നും ചോദിക്കാതിരിക്കാനാ അങ്ങോട്ട് ആദ്യമേ കയറി ഇതെല്ലാം സംസാരിക്കുന്നത്. അങ്ങനെ ഭാര്യയാണ് ചുരുട്ടിക്കൂട്ടും. ബുദ്ധിയുള്ള ഭാര്യമാരെന്തുവാ ഈ ചോദിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചില ഭാര്യമാര് സംസാരിക്കത്തില്ല. നിനക്കെന്താടി ഇവിടെ ജോലി? എനിക്ക് ജോലിയൊന്നുമില്ല. നിനക്കെന്താടി ഇവിടെ പണി? എനിക്ക് പണിയൊന്നുമില്ല. നിന്നെ കൊണ്ടൊരു പുല്ലും നടക്കത്തില്ലല്ലോടി. ശരിയാ, ഒരു പുല്ലും നടക്കത്തില്ല. നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോടി? ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്ന സ്ത്രീ ഈ പുരുഷനെ അപഹസിക്കുക ചെയ്യുന്നു. അവൾ ഇങ്ങനെ എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നു വിചാരിച്ച് അവളെ മസ്തിഷ്കത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇയാൾ ഈ പറയുന്ന മൊത്തം ഇയാളുടെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇവൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് എല്ലാം അവളെ കാര്യങ്ങളാണ് പറയുന്നത്. എന്റെ ഭാഗത്ത് കുഴപ്പമില്ല. പരസ്പരം അറിയാം. ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. പണ്ടായിരുന്നു പൂമുഖവാതിൽ സ്നേഹം വിടർത്തുന്ന ഭാര്യ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പണ്ടത്തെ ഈ നമ്പറുകളൊന്നും ഭർത്താക്കന്മാർ എടുക്കാതിരിക്കുന്നത് നല്ലത്. എടുക്കുന്നവരുടെ വില പോവും. ആ വില കളയണോ വേണ്ടെന്ന് അവരവർ തീരുമാനിക്കണം. പല ഭർത്താക്കന്മാരും വിചാരിക്കുന്നതുവാ ഭാര്യ അവളൊരു വണ്ടിയാ. അപ്പൊ ഞാൻ പറയുന്ന എല്ലാം അവളെ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. ഭാര്യ സൈലന്റ് ആയാലും നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണം, അവർക്ക് ഇതെല്ലാം പിടികിട്ടുന്നുണ്ട്. നമ്മളെക്കാളും കൂടുതൽ ഒബ്സർവിങ് കപ്പാസിറ്റി അവർക്ക്. അവരെല്ലാം കണ്ടുപിടിക്കും. അനങ്ങാതിരുന്നാലും ചാണകം വെക്കുന്ന പോലെ ഒപ്പം അവർക്കിതൊക്കെ അറിയാം. എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. പക്ഷെ അവർ കരുതുന്ന എല്ലാം ശരിയാവണം എന്നില്ല. പക്ഷെ എങ്കിലും അവർ മണ്ടികളാണെന്നുള്ള ചിന്ത ഭർത്താക്കന്മാരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റുക. ഒരു കുടുംബത്തിന്റെ നല്ല നടപ്പിനും കെട്ടുറപ്പിനും തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. പിന്നെ ഈ സ്ത്രീകൾ എന്താ ഈ പല കാര്യങ്ങളും പുരുഷന്മാർ ചെയ്യുന്ന ഈ ഇതുപോലുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ, ഒരിക്കലും ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, അത് ഏറ്റവും പ്രധാനം അവരെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത്, അവർക്ക് ബഹുമാനം കൊടുക്കാതിരിക്കുക എന്നുള്ളത്, അവർക്കൊരു കരുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ളത്, അവരെ സ്നേഹത്തിന്റെ അംശം പോലും കൊടുക്കാതിരിക്കുക എന്നുള്ളത്, അവരോട് ആത്മാർത്ഥമായ ഒരു സമീപനം ഇല്ലാതെ അതിനേക്കാളും കൂടുതൽ കൂട്ടുകാരോട് ആത്മാർത്ഥത കാണിക്കുന്ന ഭർത്താക്കന്മാര്, ഇതെല്ലാം പല സ്ത്രീകളും സഹിക്കുന്നത് അവരുടെ അച്ഛനമാരെ ഓർത്ത. തന്നെ കല്യാണം കഴിച്ചയക്കാൻ എൻ്റെ അച്ഛനും അമ്മയും പെട്ട പാട്, അതൊക്കെ ആ സ്ത്രീ എപ്പോഴും ഓർക്കുന്നുണ്ട്. മക്കളെ ഓർക്കും. എനിക്ക് എന്തായാലും ഇപ്പൊ 2 മക്കളില്ലേ, അല്ലെങ്കിൽ 3 മക്കളില്ലേ, അല്ലെങ്കിൽ ഒരു കുട്ടിയില്ലേ, അതിനെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും വളർത്തിയെടുക്കേണ്ടതുണ്ട്. എന്റെ കുടുംബം ഞാൻ നിലനിർത്തേണ്ടതുണ്ട്. മാത്രമല്ല ഞാൻ ഇയാളെ ഉപേക്ഷിച്ചാൽ എന്തൊക്കെ നാണക്കേടുകളാണ്, ആരെല്ലാം എന്തെല്ലാം പറയും. അത് മാത്രമല്ല, ഇനിയിപ്പൊ ഞാൻ ഇയാളെ ഉപേക്ഷിച്ചാൽ എനിക്കായിരിക്കും പേരുദോഷം വരുന്നത്. അങ്ങനെയുണ്ട് പ്രശ്നം. ചിലർ കണ്ണടത്ത് തുറക്കുന്നതിന് മുമ്പ് പറയും അവള് കണ്ട അവനെ കളയണ്ടങ്ങ് പോയി. പക്ഷെ അവർക്കറിഞ്ഞൂടാ ഇവിടെ എന്താണ്, ആ കുടുംബത്തിൽ എന്താ പ്രശ്നം എന്ന് അവർക്ക് അറിഞ്ഞേകൂടാ. എന്നാലും അവളെ എങ്ങനെങ്കിലും 2 പറ്റിക്കാൻ നോക്കും. ആത്മാഭിമാനം മുതലായവ ഓർത്ത് പലരും ഉണ്ടായിരിക്കും. തട്ടി കൊണ്ടുപോകും ജീവിതം. പക്ഷെ അങ്ങനെയുള്ള വീടുകളിൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ ഹൃദയത്തിൽ നിന്നുള്ള അംഗീകാരം ഒരിക്കലും കിട്ടത്തില്ല.